വേഗം എടുക്ക്. എടുക്ക് നീ. എടി ഇന്ന് എന്നെ എൽസമ്മ ടീച്ചർ തൂക്കിയേനെ. ഭാഗ്യത്തിനാ. പിന്നെ എന്റെ എൽസമ്മ ടീച്ചറോട് പോവാൻ അല്ല പിന്നെ ഇന്നാ വിളിച്ചു. ഒന്ന് പെട്ടെന്ന് ചെയ്യും. ആ റിങ് ചെയ്യുന്നുണ്ട്. പാച്ചു ടിൻഡു വാ, ഒന്ന് പെട്ടെന്ന് വാ. ഞങ്ങള് ബസ് സ്റ്റോപ്പിലുണ്ട്. പൈസ എടുക്ക്, വേഗം പൈസ എടുക്ക്. വേഗം വേഗം വേഗാവട്ടെ. വേഗം കൊടുക്ക. എടുക്ക്. ഇതെന്താടി പിച്ചക്കാശ? അമ്മൂമ്മയുടെ നേർച്ചപ്പെട്ടിന്ന് അടിച്ചതാടി. നിന്റെ എവിടെ? നാളെ തരാടി. നാളെ തന്നോളണം. അവൻ എവിടെ? വരുന്നില്ലല്ലോ. സമയം ഒത്തിരിയായി. ആ വരുന്നുണ്ട്, അവൻ വരുന്നുണ്ട്. പ്ലീസ് ഒന്ന് വേഗം എടുക്ക. എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു? ആരെങ്കിലും കാണും. അതിനെന്താ? ഒന്ന് വേഗം എടുക്ക. ഇപ്പൊ തരാം. എന്താ പിടിച്ചോ. ശരി ശരി. കിട്ടി. വേവാ വേവാ. Good morning, everybody. Good morning, sir. I hope you can understand the importance of this sudden gathering. രാവിലെ ഹോം മിനിസ്റ്റർ വിളിച്ച് കൺഗ്രാജുലേഷൻസ് അറിയിച്ചിരുന്നു. കാരണം അദ്ദേഹം ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്ന പ്രോജക്റ്റ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇത്രയും വലിയൊരു മയക്കുമരുന്ന് വേട്ട നടക്കുന്നത് നമ്മുടെ സിറ്റിയിലാണ്. പക്ഷേ കാര്യങ്ങൾ വളരെ ദയനീയമാണ്. വൈറ്റ്നർ മുതൽ ബ്രൗൺ ഷുഗർ വരെ ഉപയോഗിക്കുന്ന കുട്ടികൾ നമ്മുടെ ക്യാമ്പസിലുണ്ട്. സോ വി ഹാവ് ടു ഡു മച്ച് മോർ. Sure, sir. ഇനി ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്ന് സ്വയം പരിചയപ്പെടുത്തുക. എൻ്റെ പേര് ജോയ് തോമസ്, സ്ഥലം പന്നേങ്കര. നെക്സ്റ്റ്. എൻ്റെ പേര് രഞ്ജിത്ത്, സ്ഥലം കൊയിലാണ്ടി. അടുത്തയാൾ വരൂ. ആ താൻ തന്നെ വരൂ. നിനക്കെന്താ പേരില്ലേ? പേരില്ലേ? പേര് പേര് ധർമ്മപുത്രൻ. സൈലൻസ്. സൈലൻസ് സൈലൻസ്. പോയിരിക്കൂ. ഇനി അടുത്ത ആള് വാ.
ഇജ്ജ് വന്നാ മോനെ? എങ്ങനെ ഉണ്ടേനടാ കോളേജ്? ഈ പണ്ടാരങ്ങി പേര് ആരാ എനിക്കിട്ടെ? എവിടെ പോയാലും മനുഷ്യനെ നാണം കെടുത്തേ. മതി, ഞാൻ ഈ കോളേജ് പോകുന്നില്ല. മഹാഭാരതത്തിലെ യുധിഷ്ഠിരന്റെ പേരാ. നിന്റെ അമ്മച്ചൻ കനിഞ്ഞ് അനുഗ്രഹിച്ചിട്ടതാ അത്. ബാക്കിയുള്ളവർക്കെല്ലാം നല്ല പേരാണല്ലോ ഇട്ടത്. അനുഭവിച്ചോ? അന്നേ ഞാൻ പറഞ്ഞ നിന്റെ തന്തയോട് വേണ്ടാന്ന്. വന്നോ? ഹായ് മൈ ഫ്രണ്ട്സ്, ഹലോ. നമ്മുടെ പുതിയ നാടകത്തിലേക്ക് സാക്ഷാൽ ധർമ്മപുത്രന്റെ റോൾ ചെയ്ത് ഫലിപ്പിക്കാൻ താല്പര്യമുള്ളവർ മുന്നിലോട്ട് കടന്നു വന്ന് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കട്ടെ. വരൂ. പേരാണ് ധർമ്മപുത്രൻ. നിന്നെന്നാ ഗഡിയേ, നിന്നെണ്ട വിളിച്ചേ? നീ ഇങ്ങടെ വന്നേ. നീ എന്തുട്ടാണ്ടായി കാണിക്കണേ? ചാവാൻ പോവാ നീ? നീ ശരിക്കും ചാവാനാ പോണേ? എന്നാ പിന്നെ ബെസ്റ്റ് ടൈം രാത്രിയാട്ടാ. ഇപ്പൊ ചാടിയ വല്ല കന്നാലികളും വന്ന് നിന്നെ രക്ഷിക്കട്ടാ. പിന്നെ നമ്മളെടുത്ത പണിയാ വേസ്റ്റ് ആവൂടാ. ഇഫ് യു ഡോണ്ട് മൈൻഡ് മുമ്പക്ക് ഇത്തിരി സ്പീക്കാലോ. ഒരു ടൈം പാസ് അല്ല ഇഷ്ട. എന്തിനടാ മസില പിടിക്കണേ? നമ്മുടെ കാര്യം നടക്കണ രാത്രി ആവണ്ടേ? ഇങ്ങടെ വന്ന് നീയേ. ആക്ച്വലി എന്തുട്ടാ നിന്റെ പ്രശ്നം? അപ്പൊ നിന്റെ പേരാ നിന്റെ പ്രശ്നം? ധർമ്മപുത്രൻ നല്ല പേരിലടാ. രാജാവിന്റെ പേരിലടാ അത്. ഈ പേര് വേറെ ആർക്കില്ല. അതപ്പൊ നന്നായേ. ആകാശത്തിൽ എത്ര സ്റ്റാർസ് ഉണ്ട്? സൂര്യൻ ഒന്നല്ലേ ഉള്ളൂ. നിനക്ക് ഈ പേരിട്ട ആളൊരു സംഭവമാണല്ലടാ. നമ്മുടെ കാര്യം കേൾക്കണ നിനക്ക്. പേരിടാൻ പോയിട്ട് മോനെന്ന് വിളിക്കാൻ ഒരാളുണ്ടായിട്ടില്ല. മുരുക സൗഖ്യം സാർ. നിനക്ക് ഒടുക്കത്തെ ഗ്ലാമറാണല്ലോ. എവളും നാളാച്ച് കണ്ടിട്ട് മുരുക. 1000 അവിടെ കിടക്കട്ടാ. ഇവിടെ 100 ആണാ വേണ്ടട്ടാ.
നിനക്ക് 10 പോതുട്ടാ. മുരുക വയറ് നിറച്ച ബിരിയാണിയാ കഴിച്ചോളൂ. ബാക്കി കാശിന് ഒരു പട കാശിക്കലട്ടാ. പിന്നെ മുരുക എപ്പടാ കണ്ടാട്ടാ. നീ അവന്റെ വണ്ടിയാ കണ്ട? ബെൻസ് കമ്പനി ഉണ്ടാക്കിയതല്ലത്, അവന്റെ ആവശ്യത്തിന് അവനാ ഉണ്ടാക്കിയതാ. ഇതിപ്പോ നിന്നെ പോലെ ആണെങ്കിലേ എത്ര പ്രാവശ്യം ആത്മഹത്യ ചെയ്യണടാ പാവം. ധർമ്മ സ്വയം തോൽക്കാനാ തീരുമാനിച്ചോനെ നമ്മുടെ ദൈവത്തിന് കൂടി രക്ഷിക്കാൻ പറ്റില്ല കേട്ടാ. ഇത് നമ്മളെ സ്വന്തം സാധനല്ലട്ടാ, സിൽമെന്ന് എടുത്താണ്ടാ. നിനക്കാ ജയിക്കണം. ഈ ഡാനിച്ചാന്റെ കൂടെ നിക്ക്. അതല്ലച്ചാ വണ്ടിയാ പോട്ടെ. വെറുതെ ടൈം വേസ്റ്റ് ആക്കണ്ടാ. ചീറിട്ടകടി കന്നാലി. വേണം നിനക്ക്? ഇതാരും മേടിച്ചോ? ഈ മുടിയൊക്കെ നല്ല. എന്താ മോനെ പരിപാടി? ഇതാരടാ, നിന്റെ അമ്മയോ അതോ പെങ്ങളോ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങളെന്റെ ഫ്രണ്ടാ? ഞങ്ങളെയും കൂടി ഒന്ന് ഫ്രണ്ടാക്കി താടാ. അടിപൊളി പീസാണല്ലോ മോനെ. ഒന്ന് ഇടപെടേണ്ടി വരും. എന്തുട്ടടാ പ്രശ്നം? ഡാനിച്ചായ കുറച്ച് സദാചാരക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ബഷീറേ, കന്നാലി എന്തുട്ട പ്രശ്നം? നീ ആ ലൈൻ ഓഫ് കൺട്രോളെ തെറ്റിക്കില്ലടാ. ഡാനിച്ചാന്റെ പിള്ളേരായിരുന്ന വെറുതെ ഒന്ന് വരട്ടി നോക്കിയതാ. ചുറ്റിക്കളി കണ്ടപ്പോ സ്കൂട്ടാക്കിയോ ചെല്ലേ. താങ്ക് യു സാർ. നമ്മുടെ ധർമ്മന്റെ ഫ്രണ്ട്സ് അല്ലേ, പിന്നെ എന്തിനാ താങ്ക്സ് അല്ലേ? അല്ല പിന്നെ താങ്ക്സ്.
ഏട്ടാ ഇന്ന രണ്ടാക്കുള്ള ചോക്ലേറ്റ്. ഹായ് അമ്മ. ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടാ, കഴിക്കേ. ആ ധർമ്മനെ കണ്ടിട്ടിപ്പോ മനസ്സിലാവണേ ഇല്ല. ആള് നല്ല ഉഷാറായി പോയിനി. ഓൻ ക്ലാസ് കഴിഞ്ഞ് എന്നും പണിക്ക് പോണ്ട്. ഏതോ വലിയ കമ്പനിയിലാണത്രേ. അശോകട്ടന്റെ വണ്ടിയുടെ ഓട്ടോയുടെ അടവ് ഓന അടയ്ക്കുന്നതേ. അമ്മ ഞാൻ പോവാണേ. ആ എടാ നീ എന്തേ കഴിച്ചോ? ഞാൻ പിന്നെ കഴിച്ചോളാം. ഹലോ, നീ എവിടെയുള്ളേ? ഒന്ന് വേഗം വരുമോ? ആ ഫ്ലാറ്റിലേക്ക് തന്നെ. വേഗം വാ. എന്തുട്ടടാ രാത്രിയില്? എന്താ മോളെ, നീ ആ കൂട്ടിലെ കേറിയില്ലേ? ജാസ്മിൻ അത്യാവശ്യം സാധനം വേണം. എന്തുട്ട് ഇവിടെ സാധനം ഇല്ലട്ടോ. പ്ലീസ് ഡാനിച്ചായ ഒരെണ്ണം. ഇല്ലാറ്റ മോളു, നമുക്ക് നാളെ നോക്കാലോ. ഇപ്പൊ നീ പോയെ? ഡാനിച്ചായ പ്ലീസ്, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പ്ലീസ് ഡാനിച്ചായ. പിന്നെ ഇപ്പൊ ഒരു സാധനം ഉണ്ട്, നിനക്കത് ശരിയാവില്ലേ മോളു? ശരിയാവും ഡാനിച്ചായ, എനിക്കത് ഇല്ലാതെ പറ്റില്ല. ചത്തുപോകും. പ്ലീസ് നമുക്ക് ശരിയാക്കട്ടാ. റിലാക്സ്. എന്തുട്ടത്? നീ റിലാക്സ് ആവും.
ഇനി കളിച്ചോ. താങ്ക് യു സോ മച്ച് ഡാനിച്ചായ. താങ്ക് യു സോ മച്ച്. റിലാക്സ് ബേബി. റിലാക്സ്. 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 രാഹുൽ 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 എണീക്ക് രാഹുൽ. രാഹുൽ നീയും കൂടെ അറിഞ്ഞിട്ടാണോ എന്നെ ചീറ്റ് ചെയ്തത്? രാഹുൽ 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 നീയും കൂടെ ചേർന്നാണല്ലോ. കൊല്ല് എന്നെ കൊല്ല് കൊല്ല് രാഹുൽ. എനിക്ക് അതിനും പറ്റില്ല അല്ലേ? എനിക്ക് ജീവിക്കണ്ടേ ഇനി? കൊല്ല് രാഹുൽ. നിനക്ക് ഞാൻ കാണിച്ചു തരാം. വീട്ടിലെ മക്കള് പൈസ ആയിട്ട് വരുമ്പോ എവിടെ നിന്ന് കൊണ്ടുവരുന്നു, എങ്ങനെ കൊണ്ടുവരുന്നു അന്വേഷിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും.
മുഖ്യപ്രഭാഷണം നടത്തുന്നതിനായി ബഹുമാനപ്പെട്ട MLA ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, കൂട്ടുകാരെ, ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് ഇത് വെറും ഒരു പ്രോജക്റ്റിന്റെ മാത്രം പേരല്ല. വിജയിക്കാൻ പോകുന്ന ഒരു പോരാട്ടത്തിന്റെ, കൈവരിക്കാൻ പോകുന്ന ഒരു നേട്ടത്തിന്റെ നിറമുള്ള നാമധേയമാണ്. മയക്കുമരുന്ന് എന്ന മഹാവിപത്തിനെതിരെ അരയും തലയും മുറുക്കി നാം പോർക്കളത്തിൽ ഇറങ്ങുകയാണ്. യുവതലമുറയുടെ മനസ്സും ചിന്തയും അവരുടെ കണ്ണുകളിലെ തിളക്കവും കവർന്നെടുക്കുന്ന മയക്കുമരുന്ന് മാഫിയക്കെതിരെ മഹായുദ്ധത്തിലെ മുന്നണി പോരാളികളായി മാറാൻ നാം തയ്യാറാകുമ്പോൾ നിർവഹിക്കുന്നത് നമ്മോടുള്ള ഉത്തരവാദിത്തം മാത്രമല്ല, സമൂഹത്തോടും സ്വരാജ്യത്തോടും സഹജീവികളോടുമുള്ള കർത്തവ്യം കൂടിയാണെന്ന് നാം തിരിച്ചറിയണം. നാം ലക്ഷ്യം നേടുക തന്നെ ചെയ്യും. കാരണം നമ്മെ നയിക്കാൻ അതിദാരുണമായ അനുഭവങ്ങളിൽ നിന്ന് നന്മയുടെ മഹത്തായ പാഠങ്ങൾ ഉൾക്കൊണ്ട ഒരു വ്യക്തി നമുക്കൊപ്പമുണ്ട്. മയക്കുമരുന്നിന്റെ പ്രലോഭനങ്ങളെ വൈകിയാണെങ്കിലും തന്റെ ഉൾക്കരുത്തുകൊണ്ട് അതിജീവിക്കാൻ കഴിഞ്ഞ നിങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാരൻ രാഹുൽ ആർ മേനോൻ ആണത്. രാഹുലിന്റെ കൂട്ടുകാരി ജാസ്മിനും നാടിനെ ലഹരിമുക്തമാക്കാനുള്ള പ്രയാണത്തിൽ വഴിവെളിച്ചമായി അവർ നമ്മുടെ മുന്നിൽ നടക്കും. അവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ സ്വാഗതം ചെയ്തത് ഭാരതത്തിന്റെ ഭാസുരമായ ഭാവിയെയാണെന്ന് ഞാൻ അറിയുന്നു.